കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇപ്പോൾ മൂന്നാം ഘട്ട പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പാവങ്ങളുടെ പടത്തലവൻ AKGയെ 3 വട്ടം പാർലമെന്റിൽ എത്തിച്ച ചുവപ്പ് കോട്ടയാണ് കാസർഗോഡ്. പക്ഷേ 1971-ൽ EK നായനാർ പോലും അടിതെറ്റി വീണിട്ടുമുണ്ട്. ഇടയ്ക്ക് അല്പം വലത്തോട്ട് മാറിയെങ്കിലും പിന്നീട് ഇന്നോളം ഇവിടെ ഇടതിൻ്റെ തട്ടകമാണ്. ഇക്കുറിയും CPM-ന് ആശങ്കകളില്ല. മണ്ഡല പര്യടനത്തിനു ലഭിച്ച പ്രതികരണത്തിൽ അത് വ്യക്തമാവുന്നുണ്ട്. പ്രചരണത്തിൽ ഏറെ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുള്ള സതീഷ് ചന്ദ്രനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രചരണ വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. BJP മാറ്റി ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് വരുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഉറച്ച നിലപാടിൽ ഉറപ്പുള്ള ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാത്ത ശക്തി ഇടതുപക്ഷമാണെന്ന് ജനങ്ങൾ കരുതുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങൾ നല്ലപോലെ ഉൾക്കൊള്ളുന്നു. അത് അനുകൂലമായ രാഷ്ട്രീയസ്ഥിതിയായി LDF-ന് മാറുകയാണ്. സംസ്ഥാനത്തായാലും ജില്ലയിലായാലും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതും കൊലയപ്പെട്ടതും CPM-ആണ്. ജില്ലയിൽ 37 CPM പ്രവർത്തകരാണ് ഇതിനകം കൊലയപ്പെട്ടിട്ടുള്ളത്. ഒരു 8-10 വർഷത്തിനുള്ളിൽ തന്നെ കൊലയപ്പെട്ട 9 CPM പ്രവർത്തകന്മാരിൽ 3 പേരെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 5 പേരെ കൊലപ്പെടുത്തിയ സംഭവം നടന്നത് കാസർഗോഡ് ജില്ല ചീമേനിയിൽ 5 പേരെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് അക്കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനും സ്വയം മാലാഖജമയാൻ നടക്കുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. കാസർഗോഡ് പെരിയയിലെ ഇരട്ട കൊലപാതക കേസ് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയോട് നമുക്ക് പ്രതികരണങ്ങൾ ആരായാം. ഇത് CPIM എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമല്ല. അതുകൊണ്ടാണ് CPIM അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായാലും ഈ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അപലപിച്ചുകൊണ്ടുമുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. ആ കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള ആളെ CPIM അതിൽ നേരത്തെ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു, അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു തരത്തിലും ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയോ കൊലയാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം നൽകുകയോ ചെയ്യുന്ന സമീപനം CPM സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളത് പെരിയക്കാർക്ക് ബോധ്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രചരണ കാര്യത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയപ്രതീക്ഷയും അതുപോലെ തന്നെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യവും വിലയിരുത്തുവാൻ വേണ്ടി നമുക്കൊപ്പം ചേരുന്നു MC കമറുദ്ദീൻ, UDF മണ്ഡലം ചെയർമാൻ. എല്ലാ ഭാഗങ്ങളിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച ഒരു ജനതയുടെ ശക്തമായ അരങ്ങേറ്റമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അടിസ്ഥാനപരമായ പ്രശ്നം. വർഗീയതയും അതുപോലെ തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പ്രവണതയും അതോടൊപ്പം തന്നെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് തങ്ങളെ എതിർക്കുന്ന ആളുകളെ അരിഞ്ഞു വീഴ്ത്തുന്ന അതിദയനീയമായ ദാരുണമായ പ്രവർത്തനത്തിൽ പ്രതിഷേധിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പെരിയ ഇരട്ട കൊലപാതക കേസും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പും. ഏതായാലും റിയാസ് മൗലവി വധം, കരീം മുസ്ലിയാർ വധശ്രമം, കേന്ദ്ര സർവകലാശാലയിലെ ഹിന്ദുത്വവൽക്കരണം, ദലിത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ UAPA നിയമത്തിൻ്റെ അതിരുകടന്ന പ്രയോഗം, പയ്യന്നൂർ കണ്ടങ്ങാളി വയൽ നികത്തിയുള്ള എണ്ണ സംഭരണശാല, എൻഡോസൾഫാനേറുകളോടുള്ള വിവേചനം, അരിയിൽ ഷുക്കൂർ വധം, ഗെയിൽ പൈപ്പ് ലൈനിനു വേണ്ടി ഭൂമി നൽകിയ കർഷകരോടുള്ള അനീതി തുടങ്ങിയവയെല്ലാം മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാവും.